സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ കണ്ടു. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വേരിയബിൾസ് എന്തൊക്കെയായിരുന്നു? ആറും തീറ്റയും സെഡും. നമ്മൾ ആദ്യം പഠിച്ച കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതിലെ വേരിയബിൾസ് എക്സും വൈയും സെഡും ആയിരുന്നു. നമ്മൾ അതിന് ശേഷം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചു. അതിലെ വേരിയബിൾസ് എന്തൊക്കെയായിരുന്നു? ആറ്, തീറ്റ, സെഡ്. സെഡ് അതുപോലെ തന്നെ നിൽക്കും. കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ സെഡ് തന്നെയാണ് എന്ത് വരിക? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും സെഡും ഉണ്ട്. ഇനി സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മൂന്നെണ്ണവും പുതിയതാണ്. മൂന്ന് വേരിയബിൾസും വരുന്നത് ഇവിടെ നോക്കുക. സ്പെറിക്കൽ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് എ പോയിന്റ് പി ഇൻ സ്പേസ് ബൈ ഓർഡർ ട്രിപ്പിൾസ് റോ, തീറ്റ, ഫൈ. സോ മൂന്ന് വേരിയബിൾസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? റോ, തീറ്റ, ഫൈ. ഇതിൽ ഈ തീറ്റ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുണ്ട്. അതേ ആംഗിൾ തീറ്റ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അതേ തീറ്റ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ട് പുതിയ വേരിയബിൾസ് വരുന്നത് റോയും ഫൈയും ആണ്. ഇൻ വിച്ച് ഇനി ഓരോന്നും എന്തൊക്കെയാണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. റോ ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ ഒറിജിൻ. പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് റോ, തീറ്റ, ഫൈ ആണെങ്കിൽ റോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് പി ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ റോ ഒരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ റോ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഓർമ്മയിരിക്കണം. ഓരോ വേരിയബിൾസിനെ കണ്ടീഷൻസ് ഓർമ്മയിരിക്കണം. ഓക്കെ. സോ റോ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ ഫ്രം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്ന അതേ ആംഗിൾ തീറ്റ, അതായത് പോളാർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ വരുന്ന അതേ ആംഗിൾ തീറ്റ തന്നെയാണ് ഇവിടുത്തെയും തീറ്റ. സോ അവിടുത്തെ പോലെ തന്നെ തീറ്റയുടെ വേരിയേഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ 2π ആണ്. ഇനി നെക്സ്റ്റ് വേരിയബിൾ ഫൈ ആയിരുന്നു. ഫൈ ഈസ് ദ ആംഗിൾ ഒ പി, വെക്ടർ ഒ പി മേക്സ് വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അതായത് ഒ പി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? ഒ എന്ന് പറഞ്ഞാൽ ഒറിജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ജോയിൻ ചെയ്യുന്ന ആ ലൈൻ സെഗ്മെന്റ് അഥവാ വെക്ടർ. ആ വെക്ടർ പോസിറ്റീവ് സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈയുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. 0ക്കും പൈക്കും ഇടയ്ക്കായിരിക്കും ഫൈയുടെ വാല്യൂ വരിക. സോ റോ, തീറ്റ, ഫൈ ആണ് മൂന്ന് വേരിയബിൾസ്. റോ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. തീറ്റ വേരീസ് ഫ്രം 0 ടു 2π ആൻഡ് ഫൈ വേരീസ് ഫ്രം 0 ടു പൈ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ചപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ വേരിയബിളും കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താണ് ആ ഫിഗർ റെപ്രസെന്റ് ചെയ്യുക എന്നായിരുന്നു പഠിച്ചത്. അത് തന്നെയാണ് നെക്സ്റ്റ് ഇവിടെയും പറയാൻ പോകുന്നത്. റോ ഫസ്റ്റ് വേരിയബിൾ ആയ റോ ഒരു കോൺസ്റ്റന്റ് ആവും. എന്താണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സർഫസ് അഥവാ ഫിഗർ എന്താണെന്നാണ് ഇവിടെയും പറയാൻ പോകുന്നത്. ദി ഇക്വേഷൻ റോ ഈക്വൽ ടു എ വേർ എ ഗ്രേറ്റർ ദാൻ 0 ഈസ് എ കോൺസ്റ്റന്റ്. സോ റോ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇക്വേഷൻ, റോ ഈക്വൽ ടു എ, റോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുക്കുമ്പോൾ that describes the surface of the sphere of radius a with center at the origin. അതായത് ഒറിജിൻ സെന്ററും റേഡിയസ് എയും ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് മീൻസ് പുറംഭാഗം. ഓക്കെ. ആ സർഫസിനെയാണ് ഡിനോട്ട് ചെയ്യുക. റോ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇക്വേഷൻ ഗീവ്സ് എന്താണ്? ഒറിജിൻ സെന്ററും റേഡിയസ് എയും വരുന്ന ഒരു സ്പിയറിന്റെ സർഫസിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ, അടുത്ത നെക്സ്റ്റ് ഫൈ എന്ന് പറയുന്ന വേരിയബിൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? ദ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു എ. സോ ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരുന്നാലേ നമുക്കിങ്ങനെ ഒരു പോയിന്റ് തന്നിട്ട് ഇതെന്താണ്, ഈ പോയിന്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫിഗർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. സോ ദി ഇക്വേഷൻ ഫൈ ഈക്വൽ ടു എ വേർ എ ഗ്രേറ്റർ ദാൻ 0 ഈസ് എ കോൺസ്റ്റന്റ്. സോ ഫൈ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇക്വേഷൻ എ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് that describes a single cone with vertex at the origin O and axis along the z axis. സോ ഫൈ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു സിംഗിൾ കോൺ, ഒരു കോൺ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അതിന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആയിരിക്കും. ഒറിജിൻ O ആണ് വെർട്ടെക്സ്. ആ കോണിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസ് ആയിരിക്കും. ഓക്കെ. ഇറ്റ്സ് ജനറേറ്റിംഗ് ആംഗിൾ ഈസ് എ. ഈ ഫൈ ഈക്വൽ ടു എ ആണുള്ള ഇക്വേഷൻ. അവിടെ ഈ കോണും എയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കോൺ ജനറേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് ഈ എ എന്ന് പറയുന്നത്. എ ലെസ് ദാൻ π/2 ആണെങ്കിൽ ദ കോൺ ഫൈ ഈക്വൽ ടു എ ഓപ്പൺസ് അപ്വേർഡ്. സോ എ എന്ന് പറയുന്നത് ആ ആംഗിൾ ലെസ് ദാൻ π/2. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ അല്ലേ. സോ ഫൈ ഇവിടെ എ എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്. സോ ഈ എ എന്ന് പറയുന്ന വാല്യൂ 90 ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ ആ കോൺ എങ്ങനെയായിരിക്കും നിൽക്കുക? ഓപ്പൺസ് അപ്വേർഡ്. നിങ്ങൾക്കറിയാം ഒരു കോണിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി കോണിന്റെ ഷേപ്പ് പോലെ ഇരിക്കും. സോ അതിന് ഒരു വെർട്ടെക്സ് ആണ് ഉള്ളത്. ഓക്കെ. ഇനി മറ്റേ ഷേപ്പ്, അതായത് ഒരു റൗണ്ടിൽ വരുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ, അതായത് അതാണ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം. നമ്മളിപ്പോൾ ഒരു കുമ്പിൾ എന്ന് പറയുന്ന രീതിയിൽ കൺസിഡർ ചെയ്താൽ അത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം. അത് എവിടെ വരും? അത് മുകൾ വശത്തായിരിക്കും വരിക. കോൺ അങ്ങനെയായിരിക്കും, ഇങ്ങനെ കുത്തി നിൽക്കുന്ന പോലെ ആയിരിക്കും വരിക. ഇനി എ ഗ്രേറ്റർ ദാൻ π/2 ആണെങ്കിൽ ദ കോൺ ഫൈ ഈക്വൽ ടു എ ഓപ്പൺസ് ഡൗൺവേർഡ്. അങ്ങനാണെങ്കിൽ എന്താണ്?
ആ സർക്കിൾ വരുന്ന ഭാഗം താഴത്തേക്കായിരിക്കും നിൽക്കുക. സോ ആ രീതിയിലായിരിക്കും വരിക. ഇഫ് എ ഈക്വൽ ടു പൈ ബൈ ടു, ഇനി ആ ആംഗിൾ പൈ ബൈ ടു തന്നെയാണെങ്കിൽ ദെൻ ഫൈ ഈക്വൽ ടു എ ഇസ് ദ എക്സ് വൈ പ്ലെയിൻ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കിട്ടുക എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും അവിടെ കിട്ടുക. നമുക്കൊരു കോണൊന്നുമല്ല കിട്ടുക. ഫൈ ഈക്വൽ ടു പൈ ബൈ ടു വരുന്ന കേസിൽ അവിടെ എന്തായിരിക്കും കിട്ടുക? അതൊരു നമുക്ക് കിട്ടുന്ന എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും അവിടെ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു, തീറ്റ എന്ന് പറയുന്ന വേരിയബിൾ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് എ എന്ന് പറയുന്ന വാല്യൂ എടുത്താൽ ദാറ്റ് ഡിഫൈൻസ് എ ഹാഫ് പ്ലെയിൻ. അപ്പൊ നമുക്ക് കിട്ടുക ഏതെങ്കിലും ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് പി റോ തീറ്റ ഫൈ ഹു സ്പെറിക്കൽ കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻസ് റോ ഈക്വൽ ടു 1 ആൻഡ് ഫൈ ഈക്വൽ ടു പൈ ബൈ 3. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി കണ്ടു റോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? റോ ഈക്വൽ ടു എ ആണെങ്കിൽ ഒറിജിൻ സെന്റർ ആക്കിയുള്ള ഒരു സ്പിയർ റേഡിയസ് എയും വരുന്ന ഒരു സ്പിയറിന്റെ സർഫസ് കിട്ടുന്നു. സോ റോ 1 ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടുക? അതായത് ഒറിജിൻ സെന്ററും റേഡിയസ് 1ഉം വരുന്ന ഒരു സ്പിയറിന്റെ സർഫസിലെ പോയിന്റ്സ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഇനി ഫൈ എന്ന് പറയുന്നത് പൈ ബൈ 3. ഫൈ ഈക്വൽ ടു എ എടുത്താൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു കോൺ ആയിരിക്കും കിട്ടുക വിത്ത് വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. വെർട്ടെക്സ് ഒറിജിൻ ആയിരിക്കും. അതേപോലെ വേറെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, അതിന്റെ ആക്സിസ് സെഡ് ആക്സിസ് ആണെന്ന്. പിന്നെ സോ ഫൈ അങ്ങനെയാണ് കിട്ടുക. അതേപോലെ ഈ കോൺ എങ്ങോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക? ഇവിടെ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. 60 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ പൈ ബൈ 2 ആണ്. സോ ഫൈ എ ലെസ് ദാൻ പൈ ബൈ 2 ആണെങ്കിൽ കോൺ ഓപ്പൺ അപ്വേർഡ് ആണ്. സോ ഈ കോൺ എങ്ങോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? ഓപ്പൺസ് അപ്വേർഡ് ആയിരിക്കും. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ, ഈ സ്പിയറിന്റെയും ഈ കോണിന്റെയും കൂടെ ഇന്റർസെക്ഷൻ. സോ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന നോക്കുക, റോ ഈക്വൽ ടു 1 നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. റോ ഈക്വൽ ടു 1 is the equation of a sphere having radius 1 and center at the origin. The equation phi is equal to pi by 3. Pi by 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, that is less than pi by 2 കൂടിയാണ്. So is the equation of the cone with vertex at the origin and opens upward. Opens upward എന്ന് പറയുന്നത് less than 90 ആയതുകൊണ്ട്. And axis ഏതായിരിക്കും? Axis lies along the z axis. The points that satisfy both the equations is the points of intersection of the cone and the sphere which makes up a horizontal circle. So നമുക്ക് നമ്മുടെ ഈ പോയിന്റ് എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്പിയറിന്റെയും ഈ കോണിന്റെയും കൂടി ഇന്റർസെക്ഷൻ. ഒരു സ്പിയറും ഒരു കോണും കൂടി ഇന്റർസെക്ട് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സർക്കിൾ ആയിരിക്കും കിട്ടുക. കാരണം ഈ കോൺ ഓപ്പൺ സപ്പോർട്ടും ആണ്, നമുക്ക് ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുക. കാരണം നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ എക്സ് വൈ ഇസഡ് ആക്സ് വരച്ചിട്ടുണ്ട്. ഇത് O എന്ന് പറയുന്ന ഒറിജിൻ. ഈ കോൺ നമ്മൾ സോ ഈ സ്പിയർ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ സെന്ററും റേഡിയസ് 1ഉം വരുന്ന ഒരു സ്പിയർ വരച്ചിട്ടുണ്ട്. കോൺ ഓപ്പൺ അപ്വേർഡ് ആണ്, വെർട്ടെക്സ് ഒറിജിൻ ആണ്, പിന്നെ ആക്സിസ് സെഡ് ആക്സിസ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെഡ് ആക്സിസിൽ ഈ കോൺ വരയ്ക്കുന്നത്. വെർട്ടെക്സ് ഒറിജിൻ ആയതുകൊണ്ട് തന്നെയാണ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺ വരയ്ക്കുന്നത്. ഓപ്പൺ അപ്വേർഡ് ആണ്. സോ അതുകൊണ്ടാണ് ഈ ഭാഗം മേളിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ കോണും ഈ സ്പിയറും കൂടി ഇന്റർസെക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഈ കോണിന്റെ ഒരു റൗണ്ട് നിങ്ങൾ ഈ മേളിൽ കാണുന്നില്ലേ? ഈ റൗണ്ട് ആക്ച്വലി എന്തിനെ മുട്ടിയിരിക്കുവാണ്? ഈ സ്പിയറിനെ മുട്ടിയാണ് ഇരിക്കുന്നത്. സോ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ കോണിന്റെ ഈ റൗണ്ടിൽ വരുന്ന അതേ പോയിന്റ്സ് തന്നെ സ്പിയറിന്റെ അവിടെയും വരുന്നുണ്ട്. മനസ്സിലായോ? അത് സ്പിയറെ മുട്ടിയാണ് ഇരിക്കുന്നത് ആ റൗണ്ട്. സോ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു റൗണ്ട് ആയിരിക്കും കിട്ടുക, ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ സർക്കിൾ ആയിരിക്കും വരിക. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്തോരം. The points that satisfy both the equations is the points of intersection of the cone and the sphere. രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആയിരിക്കും. അതെന്താണ് കിട്ടുക? Which makes up a horizontal circle. അത് നമുക്ക് കിട്ടുന്ന ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ആണ്. അതാണ് എന്തോ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടൽ സർക്കിൾ. അതാണ് ഈ ഹൊറിസോണ്ടൽ സർക്കിൾ ആണ് ആക്ച്വലി വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിപ്പം സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് പഠിച്ചത്. അതും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻ ആണ് നെക്സ്റ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് റോ തീറ്റ ഫൈ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ്. സോ ഇതാണ് ആ റിലേഷൻ. ഇത് കാണാതെ പഠിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഓൾറെഡി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കണ്ടു. അവിടുത്തെ റിലേഷൻ എന്തായിരുന്നു? ആറും തീറ്റ സെഡ് ആയിരുന്നു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് തന്നെ. അതായിരുന്നു റിലേഷൻ. ഇവിടെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻ എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. സോ ഇത് കാണാതെ പഠിക്കണം. റോ ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് മറന്നിരിക്കണം കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. സോ റോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. And cos theta എങ്ങനെ എഴുതാം? x by root of x square plus y square. Sin theta can be written as y by root of x square plus y square. And cos phi is z by rho. Cos phi z by rho എന്ന് എഴുതിയത് ഈ മൂന്നാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ z equal to rho cos phi ഇല്ലേ?
അതിൽ നിന്ന് കോസ് ഫൈ എഴുതിയ എന്ത് കിട്ടും? സെഡ് ബൈ റോ. സോ അതാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ഇനി ഈ 3 പ്രോപ്പർട്ടീസ് പറയുന്നു, റോയുടെയും ഫൈയുടെയും തീറ്റയുടെ. നമ്മൾ ഓൾറെഡി കണ്ടത് എന്താണ്? റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഫൈ വേരീസ് ഫ്രം 0 ടു പൈ ആണ്. തീറ്റ വേരീസ് ഫ്രം 0 ടു 2 പൈ ആണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു റിലേഷൻ ബിറ്റ്വീൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടാണ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടുള്ള റിലേഷനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചു, നമ്മളിപ്പോൾ 3 തരം സിസ്റ്റം പഠിച്ചു. എന്തൊക്കെയാണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ സിസ്റ്റം, സ്പെറിക്കൽ സിസ്റ്റം. അതിൽ നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടു. ഇപ്പം നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടു. ഇനി എന്ത് തമ്മിലുള്ള റിലേഷൻ കൂടെ കാണാനുണ്ട്? നമ്മൾ പുതിയതായിട്ട് പഠിച്ച സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും അതേപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സോ അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഇതും പഠിച്ചു വെക്കണം കേട്ടോ, കാരണം ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. Relation between spherical coordinates rho theta phi and cylindrical coordinates r theta z. സോ ഇവിടെ തീറ്റ കോമൺ ആണ്. സോ തീറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും മാറ്റി കൊടുക്കാൻ കാണില്ല. റോയും ഫൈയും മാത്രമേ മാറ്റാൻ കാണൂ. സോ ഇത് നമ്മളുടെ റിലേഷൻ നമുക്ക് നോക്കാം. അത് ഇതാണ്, ആർ ഇസ് ഈക്വൽ ടു. സോ ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് പറയുന്നത്. സോ ആർ തീറ്റ ഇസഡ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. തീറ്റ തന്നെ, രണ്ടിടത്തും തീറ്റ ഉണ്ടല്ലോ. സോ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് തന്നെ കൊടുത്താൽ മതി. സെഡ് ആയിട്ട് എന്ത് ഡിഫൈൻ ചെയ്യുന്നു? റോ കോസ് ഫൈ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സെഡ് റോ കോസ് ഫൈ ആണ്. ആർ ആയിട്ട് റോ സൈൻ ഫൈ എടുക്കും. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും പ്രോപ്പർട്ടി, ഇവിടെ വരുന്ന വേരിയബിൾസിന്റെ എല്ലാം റോയ്ക്കും ആറിനും തീറ്റയ്ക്കും ഫൈക്കും ഇതിന് 4നും കണ്ടീഷൻസ് ഉണ്ടല്ലോ. സോ ആ കണ്ടീഷൻസും കൂടി പറയുന്നു. റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഫൈ വേരീസ് ഫ്രം 0 ടു പൈ, തീറ്റ വേരീസ് ഫ്രം 0 ടു 2 പൈ. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Translate the equation rho is equal to 6 cos phi into Cartesian and cylindrical coordinates. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്? റോ ഇസ് ഈക്വൽ ടു 6 cos phi. റോയും ഫൈയും വരുന്നത് നമ്മളിപ്പോൾ പഠിച്ച സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. സോ ഈ ഇക്വേഷനെ എനിക്ക് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്കും സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്കും മാറ്റണം. ഓക്കെ, സോ ഇവിടെ പറയുന്നു സൊല്യൂഷൻ നോക്കാം. ദ ഗിവൺ ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു 6 cos phi ഇസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ഫസ്റ്റ് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് ഞാൻ മാറ്റുവാണ്. തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുന്നു റോ ഇസ് ഈക്വൽ ടു 6 cos phi. ദാറ്റ് ഇംപ്ലൈസ് ഇതിൽ നിന്ന് കോസ് ഫൈ എഴുതിയാൽ എന്ത് കിട്ടും? റോ ബൈ 6 എന്ന് കിട്ടും. ബട്ട് കോസ് ഫൈ ഇസ് ഈക്വൽ ടു സെഡ് ബൈ റോ. നമ്മൾ റിലേഷൻ പറഞ്ഞപ്പോൾ, റിലേഷൻ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സ്പെറിക്കലും കാർട്ടീഷ്യനും നമ്മൾ റിലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ കോസ് ഫൈ എങ്ങനെ എഴുതും? സെഡ് ബൈ റോ എന്ന് എഴുതും. സോ അതാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. സോ കോസ് ഫൈ ഇസ് സെഡ് ബൈ റോ. പക്ഷെ നമുക്കിപ്പോൾ കോസ് ഫൈ എങ്ങനെയായിരുന്നു കിട്ടിയത്? റോ ബൈ 6. അതുകൊണ്ട് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാമല്ലോ. So rho by 6 is equal to z by rho. So ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ rho square is equal to 6z എന്ന് കിട്ടും. ബട്ട് റോ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? നമ്മൾ ആ ഡെഫിനിഷൻ ഇത് പഠിച്ചു വെച്ചാലേ ചെയ്യാൻ പറ്റും കേട്ടോ. റോ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞു. സോ ഇനി റോയ്ക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ റോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതിൽ നിന്ന് റോ സ്ക്വയർ എഴുതിയ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റോ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6z. സോ എന്ത് കിട്ടും? സോ ഇവിടെ അല്ലെങ്കിൽ റോ സ്ക്വയറിന് വരെ എന്ത് കൊടുക്കുന്നു? 6z. സോ 6z ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ എന്തായി? എക്സും വൈയും സെഡും മാത്രമല്ലേ ഉള്ളൂ. കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് മാറി. ഇനി നമുക്ക് എന്താണ്? സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്കും കൂടി മാറ്റണം. സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതണം എന്നില്ല. റോ ഈക്വൽ ടു 6 cos phi എഴുതണം എന്നില്ല. നമ്മളിപ്പോൾ അതിനെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. 6z ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. സോ ഞാൻ ആ ഇക്വേഷൻ എടുത്തിട്ട് അതിനെ മാറ്റാൻ പോവാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ്. So x square plus y square plus z square is equal to 6z. But x square ഇനി സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ എക്സിനെയും വൈയെയും മാറ്റണം. സെഡ് സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ ഉള്ളതാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ ആർ സ്ക്വയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എന്താവും? ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6z എന്ന് കിട്ടി. ആർ തീറ്റ ഇസഡിൽ വന്നാൽ എന്തായി? സിലിണ്ടറിക്കൽ സിസ്റ്റം ആയി. സോ സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലെ ഇക്വേഷൻ ആയി. Next question നോക്കാം. Find a spherical coordinate equation for the sphere x square plus y square plus z minus 1 the whole square is equal to 1. സോ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. സ്പെറിക്കലിലേക്ക് മാറ്റണം. സോ സ്പെറിക്കലിലേക്ക് മാറ്റാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുന്നു. എക്സിനും വൈക്കും സെഡിനും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്താവും? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് റോ കോസ് തീറ്റ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ രണ്ടിലും കോമൺ ആണ്. ഇതിന് എക്സിന്റെ സ്ക്വയർ എടുത്താൽ കേട്ടോ. ഇവിടെ എക്സിന്റെയും വൈയുടെയും സ്ക്വയർ എടുക്കുന്നതാണിത്. ഓക്കെ,
സോ cos സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോമൺ ആണ് ആദ്യത്തെ രണ്ട് ടേംസിൽ. അത് ഔട്ട് സൈഡ് എടുത്താൽ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. പ്ലസ് ഈ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. cos സ്ക്വയർ തീറ്റ മൈനസ് 2 റോ cos തീറ്റ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ഇവിടെ ഈ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും. സോ ഇതെന്താവും cos സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് cos സ്ക്വയർ ഫൈ മൈനസ് 2 റോ cos ഫൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1. ഇവിടുത്തെ 1നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. സോ ഇനി നമ്മൾ നോക്കിയാൽ റോ സ്ക്വയർ കോമൺ എടുക്കാം. റോ സ്ക്വയർ കോമൺ എടുത്താൽ ഇതെന്ത് കിട്ടും? ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് cos സ്ക്വയർ ഫൈ എന്നാവും. Okay, that minus 2 rho cos phi is equal to 1 minus 1 is 0. Sin square phi plus cos square phi 1 now. So in the term rho square minus 2 rho cos phi equal to 0. That is rho square is equal to 2 rho cos phi. ഒരു റോ രണ്ടിടത്തുനിന്ന് ക്യാൻസൽ ചെയ്യും. സോ റോ ഈക്വൽ ടു 2 cos phi എന്ന് കിട്ടും. ഇപ്പൊ ഇത് എന്തിലേക്ക് മാറി? സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറി. കാരണം റോയും ഫൈയും ഒക്കെ അല്ലേ വരും. ഓക്കെ. ഇനി ഫൈൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഫോർ ദി കോൺ z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാനാണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു റോ കോസ് ഫൈ കോസ് തീറ്റ റോ സൈൻ ഫൈ കോസ് തീറ്റ വൈ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ സെഡ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തിരുന്നു. സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെഡിന് വരെ റോ കോസ് ഫൈ എക്സ് സ്ക്വയർ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ. റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോമൺ എടുക്കുന്നു. അപ്പോൾ ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അത് 1 ആവും. സോ റൂട്ട് ഓഫ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. റൂട്ട് എടുക്കുമ്പോൾ റോ സൈൻ ഫൈ എന്നാവും. സോ റോ കോസ് ഫൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ എന്ന് കിട്ടിയ റോ രണ്ട് സൈഡിലും ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തപ്പോൾ കോസ് ഫൈ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ എന്ന് കിട്ടും. വിത്ത് ഫൈയുടെ ലിമിറ്റ് നമുക്കറിയാം 0 മുതൽ പൈ വരെ. സോ 0ക്കും പൈക്കും ഇടയ്ക്ക് 0ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്ക് കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആവുന്നത് എന്തിനാണ്? പൈ ബൈ 4നാണ്. സോ കാരണം എന്താ? സൈൻ പൈ ബൈ 4ഉം കോസ് പൈ ബൈ 4ഉം 1 ബൈ റൂട്ട് 2 ആണ്. സോ ഇത് ഈക്വൽ ആവുന്ന ആംഗിൾ ഫൈ ഈക്വൽ ടു പൈ ബൈ 4 ആണ്. അത് ഈ ലിമിറ്റിനകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് കറസ്പോണ്ടിങ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ലേറ്റ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4z ഇൻറ്റു 2 അതർ ഫോംസ്. സോ ഈ ഇക്വേഷനെ മറ്റ് രണ്ട് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ. തന്നിരിക്കുന്ന ഏത് സിസ്റ്റത്തിലാണ്? എക്സും വൈയും സെഡും ആണ് വേരിയബിൾസ്. സോ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലാണ്. നോക്കാം. ഗിവൺ ഇക്വേഷൻ ഈസ് ഇൻ കാർട്ടീഷ്യൻ ഫോം. നമ്മൾ ആദ്യം സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സെഡ് ഈക്വൽ ടു സെഡ് തന്നെ. സോ ഇതെന്തായും ആകും? തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താവും? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4z. ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് ആർ സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അത് 1 ആവും. സോ ഇക്വേഷൻ എന്താവും? ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4z എന്നാവും. ഇനി നെക്സ്റ്റ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. അപ്പോൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതുന്നു. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ സെഡ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ. തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4z. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആദ്യത്തെ രണ്ട് ടേംസിൽ നമ്മൾ ആസ് യൂഷ്വൽ സൈൻ സ്ക്വയർ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോമൺ ആണ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അത് 1 ആവും. അതിനുശേഷം റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ ഇസ് ഈക്വൽ ടു 4 റോ കോസ് ഫൈ എന്നാണ് കിട്ടുന്നത്. റോ സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ വരും. അതും 1 ആണ്. സോ റോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 റോ കോസ് ഫൈ എന്ന് വരും. റോ രണ്ട് സൈഡിലും ഉണ്ട്, ക്യാൻസൽ ആവും. സോ റോ ഈസ് ഈക്വൽ ടു 4 കോസ് ഫൈ എന്ന് കിട്ടും. ഇതാണ് കറസ്പോണ്ടിങ് ഇക്വേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ലേറ്റ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു കാർട്ടീഷ്യൻ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. സോ ഈ ഗിവൺ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് കോർഡിനേറ്റ്സിലാണ്? ആറും സെഡും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്. സോ മറ്റ് രണ്ട് കാർട്ടീഷ്യനിലേക്കും സ്പെറിക്കലിലേക്കും മാറ്റണം. ആദ്യം ഞാൻ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. സോ ഗിവൺ ഇക്വേഷൻ ഇതാണ്. സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എന്നാൽ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ വൈ ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ സെഡ് ഈക്വൽ ടു സെഡ് എന്നൊക്കെയാണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ആർ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും വരിക. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? ആർ സ്ക്വയർ. കാരണം എക്സ് എന്താ? ആർ കോസ് തീറ്റ വൈ ആർ സൈൻ തീറ്റ. സോ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അത് 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ ആർ സ്ക്വയറിന് നമ്മുടെ ഗിവൺ ഇക്വേഷൻ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയറിൽ ആർ സ്ക്വയറിന് വരെ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പോൾ എക്സും വൈയും സെഡ് അല്ലേ ഉള്ളൂ. കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് മാറി. ഇനി നമുക്ക് സ്പെറിക്കൽ സിസ്റ്റത്തിലേക്കാണ് മാറ്റേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഇക്വേഷൻ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. നമ്മൾ ഇങ്ങനെ ഈ ടൈപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഇത്ര നേരം ചെയ്തത് കാർട്ടീഷ്യനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുന്നതായിരുന്നു. കാർട്ടീഷ്യനിൽ നിന്ന് സിലിണ്ടറിക്കിലേക്ക് മാറ്റാനോ കാർട്ടീഷ്യനിൽ നിന്ന് സ്പെറിക്കലിലേക്ക് മാറ്റുന്ന രീതിയിൽ പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് ഇത്ര നേരം വന്നത്. എന്നാൽ ഇവിടെ നമുക്ക് എന്താണ്? സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ ഒരു ഇക്വേഷനെ സ്പെറിക്കൽ സിസ്റ്റത്തിൽ ഒരു ഇക്വേഷനിലേക്ക് മാറ്റണം. സോ ഇവിടെയാണ് നമ്മൾ രണ്ടാമത് പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും
അതേപോലെ റിലേഷൻ ബിറ്റ്വീൻ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഇത് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എന്താണ് നമുക്ക് സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്, സ്പെറിക്കലിലേക്ക് മാറണം. സോ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ആർ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ, തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ തന്നെ, സെഡ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കും, റോ കോസ് ഫൈ എന്ന് കൊടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം. So given equation z square is equal to r square. Use the relation between cylindrical system and spherical system. Okay, കാരണം നമുക്ക് സ്പെറിക്കലിലേക്ക് മാറ്റണം. സോ അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടു. ആർ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ, തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ തന്നെ, സെഡ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. സോ ഇവിടെ സെഡ് മാറുകയേ ഉള്ളൂ. സോ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന ഇക്വേഷൻ എങ്ങനെ ആവും? സെഡ് സ്ക്വയർ റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ, ആർ സ്ക്വയർ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. റോ സ്ക്വയർ രണ്ടിടത്തേയും ക്യാൻസൽ ആവും. പിന്നെ എന്ത് ചെയ്യുക, ഞാൻ ഈ സൈൻ സ്ക്വയർ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യാണ് ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ ഫൈവ് ബൈ സൈൻ സ്ക്വയർ ഫൈവ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈസ് ടാൻ തീറ്റ. സോ ഇത് എന്ത് വരും? ടാൻ സ്ക്വയർ ഫൈവ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ടാൻ ഫൈവ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 1 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ. എന്നാൽ ഫൈയുടെ ലിമിറ്റ് എവിടെ നിന്ന് തൊട്ട് എവിടെ വരെയാണ്? ഫൈ എന്ന് പറയുന്ന ആംഗിൾ 0യ്ക്കും പൈക്കും ഇടയ്ക്കായിരിക്കണം. സോ 0യ്ക്കും പൈക്കും ഇടയ്ക്ക് ടാൻ തീറ്റ ടാൻ ഫൈയുടെ വാല്യൂ 1 ആകുന്ന ഫൈ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ടാൻ പൈ ബൈ 4. ഓക്കെ, ടാൻ പൈ ബൈ 4 എന്താണ്? ടാൻ 45 ഡിഗ്രി. പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ടാൻ 45 1 ആണെന്ന് നമുക്കറിയാം. സോ ടാൻ പൈ ബൈ 4 1 ആണ്. പൈ ബൈ 4 എന്ന് പറയുന്നത് 0യ്ക്കും പൈക്കും ഇടയ്ക്കാണ്. അതൊരു വാല്യൂ വരാം. ഇനി അതേപോലെ -1 വരുന്ന വാല്യൂ ഏതാണ്? ടാൻ 5 +1 അല്ലെങ്കിൽ -1 -1 വരുന്ന വാല്യൂ ഏതാണ്? 3 പൈ ബൈ 4 എന്ന് പറയുന്ന വാല്യൂവിനാണ്. 3 പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രിയാണ്. ടാൻ 3 പൈ ബൈ 4 എനിക്ക് എങ്ങനെ എഴുതാം? ടാൻ പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്. സോ ഇത് മൈനസ് ടാൻ പൈ ബൈ 4 എന്ന് വരും. അതേപോലെ ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ 1 ആണ്. സോ ഇത് -1 എന്ന് കിട്ടും. സോ ടാൻ 3 പൈ ബൈ 4ന്റെ വാല്യൂ -1 ആണ് വരുന്നത്. അതും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ടാൻ ഫൈ ഈക്വൽ ടു -1 എന്ന് പറയുന്നത്. സോ ഫൈ ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 3 പൈ ബൈ 4 എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണ്. അത് 0യ്ക്കും 180 ഡിഗ്രി. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അതിന്റെയും ഇടയ്ക്ക് തന്നെയാണ്. സോ എന്തായിരിക്കും ഇവിടെ ഇക്വേഷൻ നമുക്ക് കിട്ടുക? ഫൈ ഈക്വൽ ടു പൈ ബൈ 4 ഓർ ഫൈ ഈക്വൽ ടു 3 പൈ ബൈ 4. സോ ഇതാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ്. ഓക്കെ.